രാജേ രാധേ സഖീഗിരി ഫക്രു നീലം ജ്ഞാനി രാമ. രാജേ രാധേ സഖീഗിരി ഫക്രു നീലം ജ്ഞാനി രാമ. ആദ്യം മുറിഞ്ഞത് സക്കീർ ഹുസൈൻ, പിന്നെ മുറിഞ്ഞത് ഫക്രുദ്ദീന. ആദ്യം മുറിഞ്ഞത് സക്കീർ ഹുസൈൻ, മൂന്നാമേന 3 വർഷം. പിന്നെ മുറിഞ്ഞത് ഫക്രുദ്ദീന, 4 വർഷം. ഓർത്തുവെക്കൂ. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്നല്ലാടോ എല്ലാവർക്കും സുഖല്ലേ കൂട്ടുകാരെ? നമ്മൾ ഇന്ന് ഭരണഘടനയാണ് പഠിക്കുന്നത്. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ്, മെയിൻസ് എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു PYQ സീരീസ് 250-ൽ പരം ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് PSC ചോദിച്ച മുഴുവൻ ഭരണഘടന ചോദ്യങ്ങൾ നമ്മൾ ഈ സീരീസിൽ പഠിക്കും. ആദ്യത്തെ സെറ്റാണ്. നമ്മൾ ഇതുപോലൊരു ക്ലാസ് നമ്മുടെ കേരള ജോഗ്രഫി ചെയ്തിരുന്നു. സൂപ്പർ ഫാസ്റ്റ് ക്ലാസ് എന്ന് പറയും. ഇച്ചിരി സ്പീഡിൽ പറയും. നിങ്ങളുടെ പിറകിൽ കാണാം ഒരുപാട് കണക്റ്റഡ് ഫാക്റ്റും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി സ്പീഡ് പറയുമ്പോൾ നിങ്ങൾ ഈ ആവേശത്തോട് പഠിക്കുക കേട്ടോ. നമുക്ക് അങ്ങനെ പഠിച്ചു പോകണം. ക്ലാസ് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ അവസാനം ചോദ്യം ചോദിക്കും, ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 3 മൗലികാവകാശങ്ങളാണ്. ഭാഗം 3 മൗലികാവകാശങ്ങളാണ്. അതിനകത്ത് വരുന്ന വകുപ്പുകൾ ഏത് മുതല മക്കളെ? 12 മുതൽ 35 വരെയാണ് ഭാഗം 3 മൗലികാവകാശങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ ആ 12-35 ഉള്ളില് 14 മുതൽ 32 വരെയാണ് മൗലികാവകാശങ്ങൾ. നിങ്ങൾക്ക് അറിയാലോ 14 മുതൽ 18 വരെ എന്താണ്? റൈറ്റ് ഇക്വാലിറ്റി അല്ലേ? സമത്വത്തിനുള്ള അവകാശമല്ലേ? ദെൻ എത്രയാണ്? 19 മുതൽ 22 വരെ. 19 മുതൽ 22 വരെ എന്താണ്? റൈറ്റ് ടു ഫ്രീഡം അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമല്ലേ? ദെൻ 23, 24 2 ആർട്ടിക്കിളുകളാണ്. 23 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും വിൽക്കാനോ വാങ്ങാനോ പാടില്ല. ആർട്ടിക്കിൾ 23 ഓർമ്മയില്ലേ? അടിമത്വം. ആർട്ടിക്കിൾ 23. 24 ബാലവേല. അപ്പൊ നമുക്ക് 23, 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പറയാം. ദെൻ നോക്കൂ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. അതായത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ കൃത്യമായിട്ട് പഠിക്കണം. പിന്നീട് നോക്കൂ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ആണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്കുള്ള വിദ്യാഭ്യാസവും സാംസ്കാരികപരവും അവകാശം. അത് ഏതായിരുന്നു? അതായത് 29, 30 ആണ്. 31 ഇല്ല. 31 സ്വത്തവകാശമായിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പൊ 29, 30 ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ. ദെൻ 32 എന്താടാ? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഭരണഘടന പരിഹാര മാർഗങ്ങൾ അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ്. അപ്പൊ നോക്കൂ, ഇത്തരത്തില് 14 മുതൽ 18 വരെ, അതുപോലെ തന്നെ 10 മുതൽ 22 വരെ, 23, 24, 25, 28, 29, 30, 32 ഇങ്ങനെ തിരിച്ചിരിക്കുന്നു 6 മൗലികാവകാശങ്ങൾ. ഏതുറക്കത്തിൽ ചോദിച്ചാലും മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് പഠിക്കുക. 6 മൗലികാവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നോക്കൂ, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങൾക്ക് സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം. ദെൻ 6ാമത്തത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള മാർഗങ്ങളാണ്. കൃത്യമായി പഠിക്കുക. റിട്ടുകളൊക്കെ 32 വരുന്നല്ലേ? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി നമുക്കത് നോക്കാം. ക്യാബിനറ്റ് മിഷൻ ആണ് ഉത്തരം. എന്താണ്? ക്യാബിനറ്റ് മിഷൻ. എങ്ങനെയാണ് നമുക്കിത് പഠിക്കുക? നമുക്ക് പ്രധാനപ്പെട്ടതും എപ്പോഴും മാറിപ്പോകുന്നതുമായ 2 എണ്ണമാണ് ക്യാബിനറ്റും ക്രിപ്സും. ഇപ്പൊ പഠിക്കുക. എടാ, ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആണ് ആദ്യത്തെ. നിങ്ങൾക്കറിയാം, ആദ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഇടക്കാല മന്ത്രിസഭ വരുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ പ്രധാനമന്ത്രി. ഒരു ക്യാബിനറ്റ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ക്യാബിനറ്റ് എന്ന് പറയാൻ മിനിസ്റ്റർ. അപ്പൊ 46, 47. 46 ഇടക്കാല മന്ത്രിസഭ, 47 നെഹ്റുവിന്റെ മന്ത്രിസഭ. അങ്ങനെ ചിന്തിക്കുക. അപ്പൊ നമുക്ക് 46 ക്യാബിനറ്റ് മിഷൻ. ചിന്തിച്ചു പഠിക്കുക. അപ്പൊ 42 എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ക്രിപ്സ് തെറ്റിക്കരുത്. ആദ്യം തന്നെ സെറ്റായി പഠിക്കുക. 42 ക്രിപ്സ്, 46 ക്യാബിനറ്റ്. സെറ്റാണോ? ഇനിയുള്ള വ്യത്യാസം പറയട്ടെ. ഇതിനകത്തുള്ള അംഗങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്രിപ്സ് മിഷന്റെ തലവൻ ആരാണ് ചോദിച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. കാരണം അതൊരാളുടെ പേരാണ്. സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ അധ്യക്ഷൻ. അപ്പൊ അത് സിമ്പിൾ ആണല്ലോ. ഇപ്പൊ ക്രിപ്സ് മിഷന്റെ അധ്യക്ഷൻ പ്രത്യേകിച്ച് പഠിക്കണോ? അത് ക്രിപ്സ് ആണ്, സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ഓക്കെ, അവരെ ഇങ്ങോട്ട് അയച്ചത് 42 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുകയാണ്. അവർ ഇങ്ങോട്ട് അയച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. മഹാത്മാഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ച വിൻസ്റ്റൺ ചർച്ചിൽ, അതേ ചർച്ചിൽ തന്നെയാണ് ഇങ്ങോട്ട് അയച്ചത്. സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാൻ അനുമതി നൽകിയത് ക്രിപ്സ് ആണ്.
അപ്പൊ ആദ്യമായിട്ട് ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ഒരു പെർമിഷൻ കൊടുത്തത് ചോദിക്കും. ഞാൻ അതുകൊണ്ട് പ്രത്യേക ഡാർക്ക് കളറിൽ കൊടുത്തത് സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാൻ അനുമതി കൊടുത്തു. ക്രിപ്സ് എത്തിയത് 1942 മാർച്ച് മാസം 22-ാം തീയതിയാണ്. ഇന്ത്യയില് 42 ക്രിപ്സ് പഠിച്ചു. നോക്കൂ, 45 ഒന്ന് പറഞ്ഞു നമുക്ക് 46ലേക്ക് പോകാം. വേവൽ പ്ലാൻ ആണ്. വേവൽ പ്ലാൻ നോട്ട് ചെയ്ത് വെക്കണേ. എന്താണ് വേവൽ പ്ലാന്റെ പ്രത്യേകത? ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ അനുമതി നൽകിയത്. വേവാൻ പോവാന്ന് ആലോചിക്കുക, സ്വാതന്ത്ര്യം കിട്ടാൻ പോവുക, ഒരു ഭക്ഷണം വേവാൻ പോവില്ലേ? അപ്പൊ എന്താണ്? ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ അനുമതി നൽകിയത് വേവൽ പ്ലാൻ 45. ഇതേ 45-ലാണ് സിംല കോൺഫറൻസ്. പഠിച്ചു വെച്ചേക്ക്. 42 ക്രിപ്സ് മിഷൻ, 45 വേവൽ പ്ലാൻ, 45 സിംല കോൺഫറൻസ്. കിട്ടിയോ? ഇനി 46ലേക്ക് പോയാൽ ക്യാബിനറ്റ് മിഷൻ. നോക്കൂ, അവിടെ ക്രിപ്സിന്റെ തലവൻ സ്റ്റാഫേർഡ് ക്രിപ്സ് ആണെങ്കിൽ ഇതേ സ്റ്റാഫേർഡ് ക്രിപ്സ് അംഗമാണ്. കൂടാതെ AV അലക്സാണ്ടർ അംഗമാണ്. മൂന്നാമത്തെ വ്യക്തിയാണ് പെത്വിക് ലോറൻസ്. നമ്മുടെ ഒരു തമിഴ്നാടുണ്ട് ലോറൻസ്. ആലോചിക്കുക, ക്യാബിനറ്റ് മിഷൻ 46 വരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരാണ്? പെത്വിക് ലോറൻസ് ആയിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. പ്രധാനപ്പെട്ട പദവിയിലിരിക്കുകയാണ്. നോക്കൂ, വൈസ്രോയി, ഏറ്റവും പ്രധാനപ്പെട്ട പദവി വൈസ്രോയി അല്ലെ? ആ വൈസ്രോയിയുടെ അതേപോലെ ഇരിക്കുന്ന മറ്റൊരു പദവിയായിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അന്ന് ഇന്ത്യയില്. ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് പെത്വിക് ലോറൻസ്. അപ്പൊ പഠിക്കുക, 46 ക്യാബിനറ്റ് മിഷന്റെ തലവൻ പെത്വിക് ലോറൻസ്. ക്രിപ്സ് മിഷൻ പിന്നെ ക്രിപ്സ് തന്നെയാണ്. അത് 42. 46 ക്യാബിനറ്റ് മിഷൻ. എന്താണ് പ്രത്യേകത? ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണേ പിള്ളേരെ. ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇവിടെ നോക്കൂ, പഠിക്കാൻ എളുപ്പല്ലേ? 42 മാർച്ച് 22, 42 മാർച്ച് 22, 46 മാർച്ച് 23 അല്ലേ? നോക്കൂ, 4 കൊല്ലത്തിന്റെ ഒരു ഡിഫറൻസ്. 42 പിന്നീട് 46 നിൽക്കുന്നു അല്ലെ? ആ ഒരു 4 കൊല്ലം കൊണ്ട് ഒന്ന് കൂടുന്നു. മാർച്ച് 22-ലാണെങ്കിൽ മാർച്ച് 23. ഒന്ന് ആലോചിച്ച് പഠിച്ച എല്ലാവരും. ക്രിപ്സ് ക്യാബിനറ്റ് സെറ്റ് ആണോ? മാർച്ച് 23. ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? സ്റ്റാഫേർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസ്. ബൈ ഹാർട്ട് പഠിച്ചോളാം. സ്റ്റാഫേർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസ് എന്നാണ് ഇവര് ഇന്ത്യയിലെത്തിയത്. എന്നാൽ ഡൽഹിയിൽ, അതായത് നമ്മുടെ ഡൽഹിയിൽ മാർച്ച് 24-ലാണ്. ഇവരന്ന് കറാച്ചിയിലായിരുന്നു. അന്ന് ഇന്ത്യയിൽ തന്നെ കേട്ടോ കറാച്ചി. ഇന്ത്യയിൽ എത്തിയത് ചോദിച്ചാൽ കറാച്ചിയാണ് ശരി. കാരണം അന്ന് ഇന്ത്യയും പാകിസ്ഥാനും വേറെ ആയിട്ടില്ലല്ലോ. ഓക്കെ, നോക്കൂ, ക്യാബിനറ്റ് ഏറ്റവും അവസാനം വരുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അധികാര കൈമാറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇവർ ഇന്ത്യയിലേക്ക് വന്നത്. ഇവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പഠിക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ക്യാബിനറ്റ് മിഷൻ ആണേ. ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക. കണ്ടോ നിങ്ങള്? ഭരണഘടന ICA, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പെട്ടെന്ന് നടപ്പിലാക്കുക. ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പെട്ടെന്ന് നടപ്പിലാക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക. ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. നോക്കൂ, പിറ്റേത്തെ വർഷം ഇതാ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ്. ആ നിയമത്തെ നമുക്ക് എന്ത് വിളിക്കാം? 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് വിളിക്കാം. പിള്ളേരെ നോക്കൂ, ഇന്ത്യയുടെ ചരിത്രം, ബ്രിട്ടീഷുകാരുടെ ചരിത്രം. അതിനകത്ത് 1773 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കുന്ന ആദ്യത്തെ നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേരെന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കമന്റ് ചെയ്തേ. 1773 അന്ന് ബംഗാളില് ഗവർണർ എന്നൊരു പദവി ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഗവർണർ ജനറൽ ആയി മാറുന്നു. ഈ ഒരു വർഷം ഏതായിരുന്നു നിയമം? അതിന്റെ ഭാഗമായിട്ട് ബംഗാൾ എന്ന് വെച്ചാൽ ഇന്ത്യ, അന്ന് ബംഗാൾ എന്ന് വിളിക്കുക. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? 1773. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്. ഇതായിരുന്നു 1773 ആദ്യത്തെ നിയമം. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് അവസാനമായി ഒരു നിയമം പാസാക്കിയാണ്. അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമമാണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ്. നോക്കൂ, ഡേറ്റുകളൊന്ന് ശ്രദ്ധിക്കുക. ജൂലൈ മാസം 4-ാം തീയതി. ജൂലൈ 4 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? അപ്പ് ഹീലിയൻ ഡേ. അപ്പ്, അകലെ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഏറ്റവും അകലെ വരുന്ന ദിവസം അപ്പ് ഹീലിയൻ. ഭൂമി സൂര്യനും ഏറ്റവും അടുക്കുന്ന ദിവസം പെരിഹീലിയൻ. അപ്പൊ എന്നാണ് പെരിഹീലിയൻ ഡേ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. പെരിഹീലിയൻ ഡേ. ഇതും ഞാൻ എപ്പോഴും പറയുന്നതാണ്. പെരിഹീലിയൻ ദിനം എന്നാണെന്ന് എന്റെ കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്തേ. മകളെ, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ പെരിഹീലിയൻ എന്നാണ്. കമന്റ് ചെയ്തോ. ജനുവരി മാസം 3-ാം തീയതിയാണ് പെരിഹീലിയൻ ഡേ. എന്നാൽ അപ്പ് ഹീലിയൻ ജൂലൈ 4-ആണ്. അപ്പ് ഹീലിയൻ ജൂലൈ 4,
പെരിഹീലിയൻ ജനുവരി 3, ഏറ്റവും അടുത്ത ദിവസം പെരിഹീലിയൻ, അകലുന്ന് അബ്ഹീലിയൻ. അങ്ങനെയാണെങ്കിൽ 47 ഇന്ത്യയും ബ്രിട്ടീഷും അകലാൻ പോവുകയാണ്. അപ്പൊ അവരുടെ ഒരു ബില്ല്, അവർ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ പോകുന്ന ബില്ല്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, അവിടെ അവതരിപ്പിച്ചത് അകലുന്ന ദിവസം ജൂലൈ 4, ജൂലൈ 18-ാം തീയതി. ജൂലൈ 18 ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഡേറ്റ് ആണ്. അതിന് അനുമതി കൊടുക്കുകയാണ് അല്ലെ. ദക്ഷിണാഫ്രിക്കയില് നമ്മുടെ മഹാത്മാഗാന്ധിയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നെൽസൺ മണ്ടേലയാണ് അല്ലെ. നെൽസൺ മണ്ടേലയുടെ കൃതി ഏതാടാ ഒന്ന് കമന്റ് ചെയ്ത് എപ്പോഴും പറയാറില്ലേ. ആ നെൽസൺ മണ്ടേല, ആ മണ്ടേലയുമായി ഓർമ്മിച്ചുകൊണ്ട് നമുക്കൊരു ദിനമുണ്ട്, മണ്ടേല ദിനം. ജൂലൈ 12 മലാല ഡേ ആണെങ്കിൽ ജൂലൈ 18 മണ്ടേല ഡേ ആണ്. ജൂലൈ 12 മലാല യൂസഫ്സായ് അല്ലെ, ആ നോബൽ സമ്മാന ജേതാവ്. ജൂലൈ 12 മലാല ഡേ, ജൂലൈ 18 മണ്ടേല ഡേ. പഠിച്ചോ. ആ ജൂലൈ 18 നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് അനുമതി ലഭിക്കുന്നു. ആഗസ്റ്റ് 15 നിയമം നിലവിൽ വരുന്നു. ഡേറ്റുകൾ പഠിക്കാൻ പറ്റിയോ? ജൂലൈ 4-ാം തീയതി അകലുന്നു അബ്ഹീലിയൻ, അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്നു. ജൂലൈ 18 അല്ലെ, ലോകം കണ്ട മഹാനായ ഒരു നേതാവാണ് നെൽസൺ മണ്ടേല. മണ്ടേല ദിനം ജൂലൈ 18. ജൂലൈ 18-ാം തീയതി ഇതിന് അനുമതി കിട്ടുന്നു. ആഗസ്റ്റ് 15-ാം തീയതി നിലവിൽ വരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഏറ്റവും ചെറിയ നിയമമായിരുന്നു. 20 വകുപ്പുകളും 3 പട്ടികകളും ഉണ്ടായിരുന്നു. ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നവര് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. തൽക്കാലം ഞാൻ നിർത്തുന്നു. പ്രിലിംസിന് വേണ്ടി ഇത്രയും മതി. 20 വകുപ്പുകളും 3 പട്ടികകളും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. നോക്കൂ അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? വായിച്ചു നോക്കണേ. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. തീർച്ചയായിട്ടും നൽകണം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ടുണ്ട്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ കടമയാണ്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആർട്ടിക്കിൾ 21A മൗലികാവകാശങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ 21B എന്നാണുള്ളത്. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ല മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നമ്മളിപ്പോൾ പറഞ്ഞു 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ നമുക്ക് 1ഉം 2ഉമാണ് ശരി. ശരിയായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ 1ഉം 2ഉം. ഭരണഘടനയിലെ 29, 30 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ നാട്ടോ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതിയ ചെറിയ വ്യത്യാസങ്ങൾ PYQ-ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്തായിരുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. കിട്ടുമല്ലോ? കിട്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്ത് പറഞ്ഞു? 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങളാണ്. 36 മുതൽ 51 വരെ എന്തായിരുന്നു? നിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ. 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങളാണ്. 51A അത് പിന്നീട് ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് 51A എന്ന് പറയുന്നത്. 51A ആണ് മൗലിക ചുമതലകൾ. മൗലികാവകാശം 3, നിർദ്ദേശക തത്വം 4 അല്ലെ. പിന്നീട് 4A എന്ന് പറയുന്നു. അതുപോലെ 51A എന്ന് പറയുന്നു മൗലിക ചുമതല. നമ്മൾ എവിടുന്ന് കടമെടുത്തു? USSR നിന്നും കടമെടുത്തു. പഠിക്കണം. USSR നിന്നുമാണ് മൗലിക ചുമതല റഷ്യ കടമെടുത്തത്. മൗലികാവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നുമാണ്. ആമുഖം കടമെടുത്തത് അമേരിക്കയിൽ നിന്നുമാണ്. അതുപോലെ മൗലിക ചുമതലകൾ കടമെടുത്തത് USSR നിന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എവിടുന്നാണ് കടമെടുത്തത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ആർട്ടിക്കിൾ 51A ആണ് മൗലിക ചുമതലകൾ. ഓക്കെ ആണല്ലോ. എത്ര മൗലിക ചുമതലകൾ ഉണ്ട് അതും ഒന്ന് കമന്റ് ചെയ്തേ. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. ഇതിനൊക്കെ കിടിലൻ കോഡ് ഉണ്ട്. രസകരമായി നമുക്ക് പഠിക്കാം. നിർദ്ദേശം തരാറുണ്ട് അയലൊക്കത്തെ ചേട്ടനെ നോക്കിയിട്ട്. എന്റെ കെട്ടിയോള്, ഞാൻ നമ്മുടെ പിള്ളേരോട് തമാശക്ക് പറയും, ടെലഗ്രാം ലൈവ് ക്ലാസ്സുകൾ നല്ല അടിപൊളിയായിട്ട് മണിക്കൂറുകളോളം പഠിക്കും. ഒരു പരീക്ഷ അടുക്കുന്ന ഒരു മാസം ഫുൾ ടൈം ആക്റ്റീവായിട്ട് സിലബസ് വെച്ചിട്ട് ഓരോരോ ടോപ്പിക് വൈസ് നമ്മൾ പഠിക്കും. അപ്പൊ ഈ വരുന്ന മെയ് മാസം 10-ാം തീയതി നമ്മളൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. 2026 മെയ് 10-ാം തീയതി 10th പ്രിലിംസിന്റെ. ഉറപ്പായിട്ട് പ്രിലിംസ് നേടിയിരിക്കും ആ ബാച്ചിൽ വന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ. ജസ്റ്റ് ഞാൻ ഒരു നമ്പർ ഇവിടെ എഴുതാം. 730611
8242 ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക, ചോദിക്കുക, ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരു 370 രൂപയാണ് ആ ബാച്ചിൽ വരുന്നത്. നിങ്ങൾക്ക് 2 മാസത്തോളം അത് പഠിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും PDF-ഉം എക്സാമും ഒക്കെ അതിനകത്തുണ്ടാവും കേട്ടോ, ആവശ്യമുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിനകത്ത് തമാശക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, അയൽവക്കത്തേക്ക് നോക്കി ഇങ്ങനെ നിർദ്ദേശം തരും എന്റെ കെട്ടിയോളെ. അപ്പൊ ആലോചിക്കുക, അയർലാൻഡ് നിർദ്ദേശക തത്വം തരുന്നു, അയൽവക്കം, അയർലാൻഡ്, അങ്ങനെ ഒരുപാട് കോഡുകളുണ്ട്. ഇപ്പം നമ്മൾ കടമെടുത്ത ആശയങ്ങൾ പറയുമ്പോൾ നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ അവർ കമന്റ് ചെയ്യും. അവർക്കറിയാം ബ്രിട്ടൻ എന്ന് കടമെടുത്തത് ഒരു കോഡിന്റെ ആവശ്യമില്ല, വെറും ലോജിക്ക് മതി. ബ്രിട്ടനെ നമുക്ക് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പാർലമെന്ററി സംവിധാനം, പാർലമെന്ററി ജനാധിപത്യം, പ്രധാനമന്ത്രി, സ്പീക്കർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ലോജിക്ക് വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തേക്ക് കടമെടുത്തത് ബ്രിട്ടൻ എന്നാണ്. അതുപോലെ നിങ്ങൾ വൈസ് പ്രസിഡന്റ് എന്നൊരു പദവി അല്ലെ, അത് നിങ്ങൾക്ക് ബ്രിട്ടനിൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വൈസ് പ്രസിഡന്റ് എവിടുന്ന് വന്നു? ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന് വന്നു? ആമുഖം എവിടുന്ന് വന്നു? മൗലികാവകാശം എവിടുന്ന് വന്നു? എല്ലാം അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇതുപോലെ രസകരമായി ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ. നോക്കൂ, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് മൗലികാവകാശങ്ങളുണ്ട് അല്ലെ. അതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത്, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് അത് ആർട്ടിക്കിൾ 32 ആണ്. നേരത്തെ പറഞ്ഞ ഭരണഘടനാ പ്രതിവിധിക്കുള്ള മാർഗങ്ങളാണ് അല്ലെ. റിട്ടുകൾ 5 റിട്ടുകൾ ഉണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ, ക്യോ വാറന്റോ. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരങ്ങൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതോന്ന് കമന്റ് ചെയ്തേ. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളുകൾ ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയട്ടോ. കമന്റ് ചെയ്ത് ഉത്തരം കിട്ടാതെ ടെൻഷൻ അടിക്കണ്ട. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ മാസം 10-ാം തീയതി. ഒരു SCERT ക്ലാസ് മുമ്പ് എടുത്തിരുന്നു, ആ ക്ലാസ്സിലുണ്ട് മക്കളെ. ഭരണഘടനയുടെയൊക്കെ മുഴുവൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കാണാൻ കേട്ടോ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാടാ? തിരുവനന്തപുരമാണ് മക്കളെ. നിലവിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് P സതീദേവിയാണ്. ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാരാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി, നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു മൗലിക കടമകൾ 51A മൗലിക ചുമതല അല്ലെ. നിങ്ങൾ എത്ര എണ്ണം കമന്റ് ചെയ്ത് എനിക്ക് അറിയത്തില്ല. മൗലിക ചുമതലകൾ എത്ര ഉണ്ട്? 11 എണ്ണം ഉണ്ട്. കമന്റ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. USSR എന്നാണ് കടമെടുത്തതെന്ന് പറഞ്ഞു. 4A ആണ് ഭാഗം. ആർട്ടിക്കിൾ 51A ആണ്. മൗലിക ചുമതല എല്ലാം നമുക്ക് പഠിക്കണം. ഈ മൗലിക ചുമതല ഭരണഘടനയ്ക്കകത്തേക്ക് ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഏതാണ് കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റി. ക്വസ്റ്റ്യൻ ഇതാണ്, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഇൻഫർമേഷൻ കമ്മീഷണർക്കോ ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ? നിങ്ങൾ വായിച്ചു നോക്കില്ല, ഞാൻ ഉത്തരം പറഞ്ഞാൽ പോരെ. പോസ് ചെയ്യുക, ഉത്തരം പറയാൻ പോവാണ്. ഇൻഫർമേഷൻ കമ്മീഷന്റെ, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? സൈബർ നിയമം ഒരു സംശയവും വേണ്ട, കേന്ദ്ര പാർലമെന്റ് ആണ്. നിയമനിർമ്മാണ സഭയാണോ പാർലമെന്റ്? ഇപ്പൊ കേന്ദ്ര പാർലമെന്റ്. ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ പറയണം. പാട്ട് പാടാലോ നമുക്കില്ലേ? രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ജ്ഞാനി രാമ. ഇഷ്ടമുള്ള മ്യൂസിക്, ഞാൻ ഓരോ സീസണിൽ ഓരോ മ്യൂസിക് വെച്ചാ പാടാറ്. നമ്മുടെ പിള്ളേരെ പാട്ട് പാടി പഠിപ്പിച്ചിട്ടുണ്ട്. പാടിക്കേ. രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ജ്ഞാനി രാമ. കിട്ടുന്നുണ്ടോ? ഞാനിതാ കോഡുകളിലേക്ക് വരാം, ആർട്ടിക്കിളുകളിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് പ്രസിഡന്റുമാരെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ. രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ജ്ഞാനി രാമ. ഓക്കെ ആണേ. ശങ്കര KRP പ്രതിഭേ പ്രണവേ ഗോവിന്ദ. ശങ്കര KRP പ്രതിഭേ പ്രണവേ ഗോവിന്ദ. ശങ്കര ആ പാടി നോക്കടാ, രസല്ല പാടാൻ. രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ജ്ഞാനി രാമ. രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ജ്ഞാനി രാമ. ശങ്കര KRP പ്രതിഭേ പ്രണവേ രാമ ഗോവിന്ദ. അപ്പോ ഇവിടെ രാജേന്ദ്ര പ്രസാദ് തുടർച്ചയായിട്ട് 1950 മുതൽ 62 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. കിട്ടുമോ? കിട്ടണം. 62 വരെ. പിന്നീട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. നോക്കൂ, നമ്മളിപ്പം പാടിയത് രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം
ഗ്യാനി സെയിൽ സിംഗ് കേട്ടോ. ഇവിടെ ഗ്യാനി തിരഞ്ഞെടുക്കണ്ട, ഗ്യാനി രാമ, ശങ്കര, KR, AP, പ്രതിഭേ, പ്രണവേ, രാം കോവിന്ദ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത് രസകരമായി പഠിക്കാൻ 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. നിങ്ങൾക്കറിയാമല്ലോ 5 വർഷം കാലാവധിയുള്ള പ്രസിഡന്റുമാര്. അതിനകത്ത് ശ്രദ്ധിച്ചേ പിള്ളേരെ, ഈ ഒരു ആദ്യത്തെ ആളെ നിങ്ങൾ ഒറ്റയടിക്കും കൊണ്ട് പഠിച്ചു. 50 മുതൽ 62 വരെ, 50 മുതൽ 62 വരെ രാജേന്ദ്ര പ്രസാദ്. സെറ്റ്. ചോദിക്കും പ്രിലിംസിന് കേട്ടല്ലോ, പഠിച്ചു വെച്ചേക്കണം. എങ്ങനെയാ ചോദിക്കുക? ഈ ഒരു പീരീഡിന്റെ ഉള്ളില് ആരാണ് പ്രസിഡന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ 50 മുതൽ 62 വരെ രാജേന്ദ്ര പ്രസാദ്. പിന്നീട് രാധാകൃഷ്ണൻ, ഡോക്ടർ S രാധാകൃഷ്ണൻ 5 വർഷം, 62 കൂട്ട് 67. ഞാൻ പറഞ്ഞു ഈ പ്രസിഡന്റുമാരിൽ മുസ്ലിം നാമധാരികൾ സക്കീർ ഹുസൈൻ കണ്ട നിങ്ങൾ 67 മുതൽ 67, 68, 69. ആദ്യത്തെ മൂന്നാമത്തെ വ്യക്തി 3 വർഷം എന്ന് ചിന്തിക്കുക. അപ്പൊ ആ സക്കീർ ഹുസൈൻ വരുമ്പോൾ സ്റ്റാർ ഇട്ട് വെക്കാം. 3 സ്റ്റാർ ഇടുന്നുണ്ട് ഞാൻ. 3 വർഷം. മൂന്നാമത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, മുസ്ലിമാണ്. രാധേ സക്കി അവിടെ 3 കൊല്ലം, 67, 68, 69. സെറ്റാണ്. ഇത് മാത്രം എൻ്റെ പിള്ളേരും ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് ഗിരി, മുസ്ലിം പേരല്ലല്ലോ, അല്ല, സ്വാഭാവികമായിട്ടും 5 വർഷം, 69 മുതൽ 74 വരെ. നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, 69 മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പിന്നീട് നോക്കൂ, വീണ്ടും ഇതാ വരുന്നു അഞ്ചാമത്തെ ആള് മുസ്ലിം നാമധാരി. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അദ്ദേഹവും അവിടെ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് വരികയാണ്. അദ്ദേഹത്തെ ഞാനിതാ 4 സ്റ്റാർ ഇട്ട് വെക്കാം. 1, 2, 3, 4. 74 മുതൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഒരുപാട് ഓർഡിനൻസ് പുറപ്പെടുവിച്ച വ്യക്തിയാണ് അല്ലെ ഫക്രു. അപ്പൊ 74 മുതൽ 74, 75, 76, 77, 4 വർഷക്കാലം. ബാക്കി ഇനി അങ്ങോട്ട് എല്ലാവരും 5. നല്ല രസം പഠിക്കാൻ. 77 മുതൽ 82 വരെ നീലം സഞ്ജീവ് റെഡ്ഡി, 82 മുതൽ 87 വരെ ഗ്യാനി സെയിൽ സിംഗ്, 87 മുതൽ 92 വരെ വെങ്കിട്ടരാമൻ, 92 മുതൽ 97 വരെ ശങ്കർ ദയാൽ ശർമ്മ, 97 മുതൽ 2002 വരെ KR നാരായണൻ, 2002 മുതൽ 2007 വരെ. ഇതാണ് PSC എപ്പോഴും ചോദിക്കാറ്. സംഖ്യ ഒന്നിനോട് വെച്ചാൽ 11ാമത്തെ പ്രസിഡന്റ്, ജനപ്രിയ പ്രസിഡന്റ് APJ. 2002, 2007 വരെ. നമ്മുടെ വിവരാവകാശ നിയമമൊക്കെ വന്ന സമയത്ത് 2005 APJ ആണ്. 2007 മുതൽ 12 വരെ പ്രതിഭ പാട്ടീൽ, പ്രണവ് മുഖർജി 12 മുതൽ 17 വരെ, 17 മുതൽ 22 വരെ രാംനാഥ് കോവിന്ദ്, 22 മുതൽ ഇപ്പോൾ തുടരുന്നു മാഡം ദ്രൗപദി മുർമു. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ആ പേര് മാത്രം പഠിക്കുക. എന്ത് രസം, 5 മിനിറ്റ് അല്ലേ. നമ്മൾ പറഞ്ഞ രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ഗ്യാനി രാമ, രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ഗ്യാനി രാമ. ആദ്യം മുറിഞ്ഞത് സക്കീർ ഹുസൈൻ, പിന്നെ മുറിഞ്ഞത് ഫക്രുദ്ദീന. ആദ്യം മുറിഞ്ഞത് സക്കീർ ഹുസൈൻ, മൂന്നാമേന 3 വർഷം, പിന്നെ മുറിഞ്ഞത് ഫക്രുദ്ദീന 4 വർഷം. ഓർത്തു വെക്കൂ. പിന്നെന്തായി? രസമായിട്ട് അങ്ങോട്ട് കണക്ക് കൂട്ടുക. എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. നിലവിൽ 15ാമത്തെ പ്രസിഡന്റ്. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് പോയിന്റുകളും പഠിക്കാനുണ്ട്. ക്ലാസിന്റെ ലെങ്ത് കൂടിയാ നിങ്ങൾ കാണില്ല. അടുത്ത ക്ലാസ്സിൽ കിടുക്കാച്ചി കോഡ് വരുന്നുണ്ട്. ഭരണഘടനയുടെ സെറ്റ് 2 സൂപ്പർ ഫാസ്റ്റ് ക്ലാസ്. അതിനു മുമ്പായിട്ട് 2 ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? ഇതിന്റെ മറ്റു വസ്തുതകൾ അടുത്ത ക്ലാസ് കാണണേ. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ഇത് 2 നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻസറിൽ ഞാൻ അടുത്ത ക്ലാസ് പറയും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിമാരെ കുറിച്ചും രാഷ്ട്രപതിയെ കുറിച്ചും ഇതാ കോഡൊക്കെ ഉണ്ട്. യോധ അല്ലെ, അടകാളിച്ചണ്ട് ചെങ്കിരി മക്കിരി വക്കിരി അതൊക്കെ നമുക്ക് പാടണമെങ്കിൽ അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.